എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മകൻ നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. മകം നക്ഷത്രക്കാരുടെ ഫെബ്രുവരി 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Devil moment, Queen of Pentacles, Wheel of Fortune, Four of Wands energy. Next വന്നിട്ട് Page of Wands energy and last കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജി. വളരെ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർന്നു നിൽക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. കാരണം ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾസ്, പെൻഡക്കിൾസ് സ്ട്രോങ് എനർജീസ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ ടുഗെദർ. മാറ്റം എന്ന് പറയുന്നത് മെയിനായിട്ട് സാമ്പത്തിക കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ കുറച്ചധികം നാളുകളായിട്ട് ഒത്തിരി കടങ്ങളോ അല്ലെങ്കിൽ ഒത്തിരി സാമ്പത്തിക പ്രതിസന്ധികളോ അല്ലെങ്കിൽ കയ്യിലൊന്നും നിൽക്കുന്നില്ലാത്തൊരു സിറ്റുവേഷനാണ്. ഈ ഒരു ഫെബ്രുവരി മാസം ത്തിലേക്ക് വരുമ്പോൾ മുതൽ ആ ഒരു കാലചക്രം തിരിഞ്ഞു വരികയാണ്. അതായത് നമ്മൾ പറയുന്ന ഒരു ചക്രം, കാലചക്രത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവിലേക്ക്, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവിലേക്ക് എന്നുള്ള രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണെന്നുള്ളത് കാണിക്കുന്നു. ആദ്യം തന്നെ ഡെവിൾ മൊമെൻ്റ് ആണ്. ഈ ഡെവിൾ മൊമെൻ്റ് എനർജി എന്ന് പറയുന്നത് ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടാവും. അത് ജാനുവരി മാസത്തിൻ്റെ ഒരു എന്താ പറയുക, ഹാങ് ഓവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു സിറ്റുവേഷനാവും ജാനുവരി മാസത്തിലുണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൻ്റെ ഉപരി മാനസികമായിട്ടുള്ള ചില ആങ്സൈറ്റി, സ്ട്രെസ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് ഫെബ്രുവരി തുടക്കത്തിലേക്കും കുറച്ചുണ്ടായേക്കാം. പക്ഷേ ഫെബ്രുവരി മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഒരു ദേവനായിട്ടുള്ള, കർമ്മത്തിൻ്റെ ദേവനായിട്ടുള്ള ശനിദേവൻ്റെ അനുഗ്രഹം കാണിക്കുന്നുണ്ട്. ഒന്ന്, അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ധർമ്മം കാത്തു സൂക്ഷിക്കുന്ന, നമ്മൾ പറയുമല്ലോ ധർമ്മദേവൻ അല്ലെങ്കിൽ ധർമ്മം കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അങ്ങനെ ആയിരുന്നിരിക്കാം. പക്ഷെ ഈ ഒരു മാസം നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ ധർമ്മം പാലിക്കുന്നു, പക്ഷേ അതിനനുസരിച്ച് കർമ്മം ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നലാണെങ്കിൽ ഈ ഒരു മാസം മുതൽ അതിൽ പല മാറ്റങ്ങളും വരുന്നുണ്ട്. പല ഗ്രഹങ്ങളുടെ അടിസ്ഥാനം, ആസ്ട്രോളജി ബേസിസിലാണെങ്കിൽ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവുന്നതും ഈ ഒരു ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി പല കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങൾ പര്യവസാനിക്കുന്നതും ഒക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ധർമ്മം കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ അതായത് ധാർമ്മിക് ടെൻഡൻസീസ് വളരെ കൂടുതലായിരിക്കും. ഒരു എന്താ പറയുക, റോയൽ സൈനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ഒന്ന്, ഒരു സൂര്യൻ്റേതായിട്ടുള്ള ധാർമ്മിക് ടെൻഡൻസീസ് കാണിക്കുന്നു സൂര്യദേവൻ്റെ. അതുകൊണ്ട് തന്നെ പോസിറ്റിവിറ്റി വരുന്നു. സൂര്യൻ എന്ന് പറയുന്നത് ഒത്തിരി തരത്തിലുള്ള പോസിറ്റിവിറ്റി, സ്ട്രോങ് എനർജിയാണ് സാമ്പത്തിക നേട്ടത്തിലേക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ ജനുവരി മാസത്തിൻ്റേതായിട്ടുള്ള ചില കലുഷിതമായിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ മുന്നോട്ടേക്ക് പോകും തോറും അതിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ആ ഒരു എനർജിയാണ്. നെക്സ്റ്റ് വന്നിട്ട് ക്വീൻ ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ക്വീൻ ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഒരു എന്താ പറയുക, യാത്രയ്ക്ക് വർക്ക് സംബന്ധമായിട്ട്, ജോലി സംബന്ധമായിട്ടുള്ള യാത്ര ഉണ്ടാവും. അല്ലെങ്കിൽ അതല്ലാതെ ഒരു പലതരത്തിലുള്ള യാത്രകൾ സൂചിപ്പിക്കും. നിങ്ങൾക്ക് വിനോദയാത്രകൾ, സന്തോഷപൂർണ്ണമായിട്ടുള്ള പല യാത്രകളും, ട്രാവലിംഗ് ഒത്തിരി കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ദൂര സഞ്ചാരമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് തന്നെ ഒരറ്റത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എന്നുള്ള രീതിയിലാവാം. എന്തായാലും ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. റിച്ച്മെൻ്റ് ആണ്. നിങ്ങൾ മുന്നോട്ടേക്ക് ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒത്തിരി യാത്ര ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. ജോലി സംബന്ധമായിട്ടും അല്ലാതെയൊക്കെ യാത്ര ചെയ്യുന്നു. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നത് ജോലി സംബന്ധമായിട്ട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. കരിയറിൽ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നുണ്ട്. ഇപ്പോൾ ജോലിയിൽ നിന്നല്ലാതെ തന്നെ മറ്റൊരു വരുമാനം വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ബിസിനസ്സോ എന്തെങ്കിലും സൈഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. മറ്റെന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ യൂട്യൂബോ മറ്റെന്തെങ്കിലും ആയിരിക്കാം. നേട്ടം സാമ്പത്തികമായിട്ട് ഒത്തിരി അധികം നിങ്ങൾ തേടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് വളരെ, അതായത് സ്വർണം അതുപോലെയുള്ള വിലപിടിപ്പുള്ള
കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ സ്വർണ്ണങ്ങൾ, പലതരത്തിൽ രത്നങ്ങളായിരിക്കും, ഇപ്പോൾ ഡയമണ്ട്, വജ്രം, മുത്ത്, അതുപോലെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ലഭിക്കാനുള്ളൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് തീരെ പ്രതീക്ഷിക്കാതെ ലഭിക്കാനുള്ളൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ് ദ വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചിരുന്നു, ഒത്തിരി നാളായിട്ട് അനുഭവിച്ചു പോകുന്നതിൻ്റെ നെഗറ്റിവിറ്റീസ് ഒക്കെ മാറണം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം 2018 മുതലുള്ള ആ ഒരു നെഗറ്റിവിറ്റീസ് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും 26ലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി മാറ്റം ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒരു മാറ്റം നിങ്ങൾ ഓൾറെഡി ജനുവരിയിൽ ശ്രദ്ധിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും 100% വിശ്വസിക്കാം. ഫെബ്രുവരിയിലേക്ക് കടക്കുമ്പോൾ പൂർണ്ണമായിട്ടും നെഗറ്റീവ് കാര്യങ്ങൾ മാറി വീണ്ടും സന്തോഷത്തിൻ്റെ ദിനങ്ങൾ, അല്ലെങ്കിൽ വീണ്ടും സാമ്പത്തികമായിട്ടുള്ള മെച്ചം, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് വരുന്ന സാഹചര്യത്തിലേക്ക് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഒരാഗ്രഹം എന്നുള്ളതല്ല, ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് നിങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന, അതായത് അത് സാമ്പത്തികം ആവശ്യമുള്ള ഒരു കാര്യമായിരിക്കും, അത്രയും കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു ആഗ്രഹം സാധ്യമാക്കുന്നുണ്ട്. സാമ്പത്തിക കാര്യത്തിൽ ഉന്നമനം ഉണ്ടാകുന്നു, പ്രോസ്പെരിറ്റി, അതായത് സമൃദ്ധി ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ ആത്മീയത അല്ലെങ്കിൽ ദൈവികത കൈവിടുന്നില്ല. ഇപ്പോൾ മാമൂലുകളെ കൈവിടാതെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നടക്കുന്നത് കൊണ്ട് സ്പിരിച്വലി, റിലീജിയസ്ലി ഒക്കെ സാമ്പത്തിക കാര്യത്തോടൊപ്പം തന്നെ ആത്മീയവും ധാർമ്മികവുമായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ അതായത് നിങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ അതിലും ഒക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടിട്ട് മുന്നോട്ടേക്ക് നീങ്ങുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ദൈവാനുഗ്രഹവും ഒക്കെ വേണ്ട പോലെ ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ജോലിയിലൊക്കെ പ്രൊമോഷനോ കാര്യങ്ങളോ ആഗ്രഹിക്കുന്നവർക്ക്, പെർമനൻറ്റ് ജോലിയിലേക്ക് ആഗ്രഹിക്കുന്നവർക്കൊക്കെ സാധ്യത ലഭിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ 4 ഓഫ് വോൺസ് എനർജിയാണ്. മാനസികമായിട്ട് ഒത്തിരി തൃപ്തി നൽകുന്ന സമയമാണ്. ശാരീരികമായിട്ട് അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉള്ളവർ, ഫിസിക്കലി ഫിറ്റ് അല്ലാത്തവർ, അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇപ്പോൾ കൈകാല് മുട്ടുവേദനയോ അല്ലെങ്കിൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ മറ്റു തരത്തിലൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിലൊക്കെ മെച്ചപ്പെടുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ മാനസികമായിട്ട് ഒത്തിരി സന്തോഷം ഉണ്ടാകുന്നുണ്ട്. മാനസികമായിട്ട് നിങ്ങളുടെ സന്തോഷം ഉണ്ടാകുമ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു, ജീവിതം ആഘോഷിക്കുന്നു. ഒത്തിരി യാത്രകൾ, ഒത്തിരി ഇടങ്ങൾ, സൗഹൃദങ്ങൾ. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്നേ ഉണ്ടാവില്ല. ജോലി ചെയ്യുന്നവരാണ് ഈ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എല്ലാ വീക്കെൻഡിലും എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടാവും, സുഹൃത്തുക്കളായിട്ടോ മറ്റെന്തെങ്കിലും സെലിബ്രേഷൻസ് ആയിട്ടും അങ്ങനെയൊക്കെ ഒത്തിരി യാത്രകൾ ചെയ്യാനുള്ള അവസരവും മറ്റും നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. അത് ഒക്കെ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന കാര്യമാണ്. ഒത്തിരി ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുകയാണ് വീണ്ടും എന്ന് തന്നെ പറയാം. നെക്സ്റ്റ് പേജ് ഓഫ് വോൺസ് എനർജിയാണ്. അതേപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ്. വിദ്യാഭ്യാസ കാലം നന്നായിട്ട് ആസ്വദിക്കുന്നു. പഠിത്ത കാര്യത്തിൽ മാത്രമല്ല, വിദ്യാഭ്യാസ കാര്യത്തിൽ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നു, കാര്യങ്ങളൊക്കെ പരീക്ഷകളിലൊക്കെ നല്ല രീതിയിൽ ഫലം ലഭിക്കുന്നു എന്നുള്ളത്, മത്സര പരീക്ഷകൾ സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, സ്പോർട്സ്, ആർട്സ് പോലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഒത്തിരി കഴിവ് പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതും ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവാർഡുകൾ ഒക്കെ ഉപഹാരങ്ങൾ വാരിക്കൂട്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ. ഇനി വിദ്യാർത്ഥികളല്ലാത്തവരാണെങ്കിൽ പോലും സോഷ്യലി ആക്റ്റീവായിരിക്കുന്ന ആളുകൾ എന്തിൻ്റെങ്കിലുമൊക്കെ ഭാഗമായിട്ട് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കുട്ടികളല്ല, പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും എന്തെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിക്കുന്നു. അതായത് ജീവിതം ആസ്വദിക്കുന്നു, കൊച്ചു സന്തോഷങ്ങൾ, കൊച്ചു വിജയങ്ങൾ നിങ്ങൾ ആഘോഷിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഈവൻ പ്രായമായിട്ട് റിട്ടയർ ആയിരിക്കുന്നവർ, അപ്പോൾ അത് പല ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ് ഈ ഒരു മാസം അവസാനിക്കുന്നത്. സന്തോഷ വാർത്തയോട് കൂടിയിട്ടായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി, നിങ്ങളുടെ ജോലിയിലാണെങ്കിൽ നിങ്ങൾ ഒത്തിരി അപ്രീസിയേഷൻ, നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് നിങ്ങളിങ്ങനെ നന്നായിട്ട് ചെയ്തു എന്നുള്ള വാക്ക് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് മറ്റുള്ളവരിൽ നിന്ന് പറ്റുന്നു എന്നുള്ളത് ഒത്തിരി തൃപ്തികരമായിട്ടുള്ളൊരു കാര്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സന്തോഷം തരുന്നൊരു കാര്യമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ലൈഫിൽ ഒത്തിരി പ്രത്യേകതകൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഒത്തിരി സാധ്യതകൾ നേടിത്തരുന്ന സമയമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നതിന്. പിന്നെ കടം ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട്, കടം തിരിച്ചു കിട്ടാൻ നിങ്ങൾ പുറകെ നടന്നിട്ട് കിട്ടാത്ത കാര്യം,
അവരിങ്ങോട്ടേക്ക് കൊണ്ട് കയ്യിൽ തരുന്ന ഒരു സാഹചര്യവും ഈ ഒരു മാസത്തിലാണ് സൂചിപ്പിക്കുന്നത്. അതൊക്കെ കൊണ്ട് മൊത്തത്തിൽ വളരെ തൃപ്തിയുള്ളൊരു മാസമായിരിക്കും ഈ ഒരു മാസം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.